ഹായ് ഫ്രണ്ട്സ്, എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും എജുഗ്ലോ പി എസ് സിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പുതിയൊരു ക്ലാസ് പരമ്പര ആരംഭിക്കുന്ന വേളയാണ്. അതായത് ബാക്ക് ടു SCERT ടെക്സ്റ്റ് ബുക്ക്. SCERT പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങളിലേക്കുള്ള ഒരു മടക്കം. മാറി വരുന്ന പി എസ് സിയുടെ പാറ്റേൺ, ചോദ്യ പാറ്റേൺ, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ധാരാളം വരുന്നുണ്ട്. അത് ഫേസ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്ക് തിരികെ പോകേണ്ടിയിരിക്കുന്നു. കേവലം റാങ്ക് ഫയലുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് ടൈപ്പുകൾ മാത്രം പഠിച്ച് പ്രീവിയസ് പഠിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതായത് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ വിശദമായിട്ട് പഠിക്കുക. ഞാനിവിടെ ഇന്നത്തെ ഈ ക്ലാസ് പരമ്പരയിൽ ആരംഭിക്കുന്നത് എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ 10th ലെവൽ, അത് പ്രിലിമിനറി ആയാലും മെയിൻ ആയാലും ഫുൾ സിലബസ് നമ്മൾ SCERT പാഠപുസ്തകം അടിസ്ഥാനമാക്കി കവർ ചെയ്യുകയാണ്. അപ്പോൾ എക്കണോമിക്സ് വിഭാഗത്തിലുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസുകൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 10th ലെവൽ പ്രിലിംസിൽ അതുപോലെ മെയിൻസിൻ്റെ സിലബസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻസ് പഠിച്ചാൽ പ്രിലിംസും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ധനതത്വ ശാസ്ത്രം അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിന് 5 മാർക്കാണ് 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൽ എക്കണോമിക്സ് ഭാഗത്തിൽ നമ്മുടെ സിലബസ് ഇപ്രകാരമാണ്. ഇന്ത്യൻ എക്കണോമിക്സ് ആണ് നോക്കുന്നത്. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ 10th ലെവൽ എക്കണോമിക്സ് വിഭാഗത്തിലെ സകല അല്ലെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. SCERT പാഠപുസ്തകത്തിലെ ക്ലാസ്സുകളാണ് ഈ പരമ്പരയിൽ അപ്ലോഡ് ചെയ്തത്. ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ പല പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഈ ഭാഗത്തെ ഈ സിലബസ് ഭാഗം കംപ്ലീറ്റ് എക്കണോമിക്സ് ഭാഗം SCERT പാഠപുസ്തകത്തിലൂടെ പഠിച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പാർട്ടാണ്, ക്ലാസ്സിലേക്ക് നോക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ടത് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗമാണ്. SCERT ടെക്സ്റ്റിലെ സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് ഈ എക്കണോമിക്സ് 10th ലെവൽ സിലബസ് പ്രകാരം നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന, ഇത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിലബസ് പ്രകാരമാണ് ഈ നമ്മൾ ആവശ്യമായിട്ട് ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് എക്കണോമിക്സ് വിഭാഗത്തിൽ പഠിക്കും. അപ്പോൾ പാർട്ട് 1 തുടങ്ങാം. സാമ്പത്തിക സ്രോതസ്സുകൾ. ഇവിടെ ആദ്യമായിട്ട് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത് വിവിധ തരം തൊഴിലുകളാണ്. ഈ വിവിധ തരം തൊഴിലുകളും അവയുടെ പങ്ക്, സാമ്പത്തികത്തിന് അതായത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇവ നൽകുന്ന പങ്കുമാണ്. അപ്പോൾ നമുക്കറിയാം, ധാരാളം തൊഴിലുകളിലൂടെ പറയുന്നുണ്ട്. കൃഷിപ്പണി, ഹോട്ടൽ ജോലി, അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ. അതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. പ്രാഥമിക മേഖല, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഈ മേഖലയ്ക്ക് മറ്റൊരു പേരുണ്ട്, കാർഷിക മേഖല എന്നുണ്ട്. കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നത് കാരണം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലായല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ പഠിച്ചേ പറ്റൂ. ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ പഠിക്കണം. ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരീക്ഷയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ SCERT പാഠപുസ്തകങ്ങൾ പഠിക്കണം. അതുപോലെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് കാർഷിക മേഖല എന്ന് ഈ മേഖല അറിയപ്പെടുന്നു. ഏത് മേഖല? പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് രണ്ടാമതായിട്ട് വരുന്ന ദ്വിതീയ മേഖല. അപ്പം പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ദ്വിതീയ മേഖലയിൽ. അപ്പോൾ വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖലയാണ് ഈ ദ്വിതീയ മേഖല. അതുകൊണ്ട് ഇവയെ വ്യാവസായിക മേഖലയെന്ന് വിളിക്കും. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. വിവിധതരം സേവന മേഖലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇതെല്ലാം സേവന മേഖലയാണ്. ഇതിനെയാണ് തൃതീയ മേഖല, മൂന്നാമത്തെ മേഖല തൃതീയ മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല എന്ന്
ഓർത്തിരിക്കുക. അപ്പോൾ തൃതീയ മേഖല മറ്റൊരു പേരാണ് സേവന മേഖല. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി അതായത് ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു ഉദാഹരണമായിട്ടോ പറയുകയാണ്. അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. പ്രാഥമിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നമാണ് പരുത്തി. ഈ ഉൽപ്പന്നം അസംസ്കൃത വസ്തുവായിട്ട് ദ്വിതീയ മേഖലയിൽ ഉപയോഗിക്കുന്നു. ഇത് വ്യവസായ മേഖലയിലാണ് ഈ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് ദ്വിതീയ മേഖല. വ്യവസായ മേഖലയിലെ തുണി ആവശ്യങ്ങൾക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അപ്പം ദ്വിതീയ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നത് തൃതീയ മേഖലയാണ്. അതായത് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങൾ, അതായത് ഈ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും വേണമല്ലോ, അത് സേവന മേഖലയിൽ നിന്ന് ലഭിക്കും. ഇതാണ് ഇവിടെ പറയാനുള്ളത്. അടുത്തതായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല തമ്മിലുള്ള ബന്ധം. പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നം കാർഷിക മേഖലയാണ്. അതിൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ ദ്വിതീയ മേഖലയിൽ ദ്വിതീയ മേഖലയിൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കും ഈ ഉൽപ്പന്നം. ഇവിടെ പ്രാഥമിക മേഖല ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ കാർഷിക മേഖലയിലെ പരുത്തിയായ ഇവിടെ തുണിക്കടയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരുത്തി ഉൽപ്പന്നം കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഫാക്ടറിയിൽ എത്തിക്കുന്നു. അത് ദ്വിതീയ മേഖല. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് വ്യവസായ മേഖലയാണ്. അതാണ് ദ്വിതീയ മേഖല. അതിൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നു, ടെക്സ്റ്റൈലുകളിലൂടെ വിറ്റഴിക്കുന്നു. ഇത് സേവന മേഖല. ഇതാണ് തൃതീയ മേഖലയായിട്ട് കണ്ടിരുന്നത്. സേവന മേഖലയാണ് തൃതീയ മേഖല. അടുത്തിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO അവയുടെ എന്താണെന്ന് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്, ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ്, അതുപോലെ തൃതീയ മേഖലയിൽ ഏതൊക്കെയാണ് നോക്കാം. പ്രാഥമിക മേഖലയിൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ വന പരിപാലനം, ഫോറസ്റ്റ് കൺസർവേഷൻ, മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെ പ്രാഥമിക മേഖലയാണ്. ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളിൽ ചോദിക്കാം. പ്രാഥമിക മേഖലയിൽ വരാത്തത് അല്ലെങ്കിൽ വരുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ കൊടുക്കും, ഓപ്ഷൻസുകൾ കൊടുക്കും. ഇത് മിക്സ് ചെയ്ത് കൊടുക്കും. തൃതീയ മേഖല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരി, 1 2 ശരി, എല്ലാം ശരി എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അതിൽ ആൻസർ ചെയ്യണമെങ്കിൽ ഇത് വിശദമായിട്ട് ഡെസ്ക്രിപ്റ്റീവ് മോഡിൽ പഠിച്ചേ പറ്റും. അപ്പോൾ പ്രാഥമിക മേഖല ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിലെ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിലോ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, സേവന മേഖലകൾ. അതുപോലെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്. പ്രധാന ചുമതലകൾ നോക്കുക, അറിഞ്ഞിരിക്കണം. സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും, അതുപോലെ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുക രണ്ടാമത്തെ ചുമതലയാണ്. മൂന്നാമത്തത് സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം CSOയുടെ ചുമതല അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വരുന്നത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രാഥമിക മേഖലയിലാണ്, കൃഷി മേഖലയിലാണ്. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണെന്ന് ബൈഹാർട്ട് ചെയ്യുക. മനസ്സിലായത് അറിയാവുന്ന കാര്യമാണ്, സിമ്പിളായ കാര്യങ്ങളാണ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ്. എന്നാലും PSC പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുഴങ്ങിപ്പോവും. അപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്, വളരെ വിശദമായിട്ട് പഠിക്കാം. അതുപോലെ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിതരണത്തിലെ അപാകത 1, സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണം. ഉൽപ്പാദനത്തിലെ പോരായ്മ എല്ലാം വരുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യവുപരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയുടെ നിർവചനം എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള
ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് മനസ്സിലാക്കണം. അടുത്തായിട്ട് ദാരിദ്ര്യം എന്താണ്? പവർട്ടിയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് സംഖ്യകൾ, അതായത് പെർസെൻറ്റേജ്, ഇതൊക്കെ നോക്കാം. ദാരിദ്ര്യം, പവർട്ടി എന്താണെന്ന് നോക്കാം. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നാണ് കണക്ക്. അപ്പം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറി താഴെ? 2100. ഗ്രാമങ്ങളിൽ 2400 കലോറിയിലും താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ ദാരിദ്ര്യരേഖയിൽ ഉൾപ്പെടുന്നവരാണെന്ന് ആണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശയാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം നോക്കാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 29.8% ഇന്ത്യയുടെ ദാരിദ്ര്യം 2011-12 സാമ്പത്തിക സർവേ പ്രകാരം. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാറാണ്. അവിടെ 53.5% ദാരിദ്ര്യമാണ്. ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശാണ്. അവിടെ 9.5% മാത്രമേ ദാരിദ്ര്യമുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ ദാരിദ്ര്യം 12% എന്നാണ് മനസ്സിലാക്കണം. 12%. ഇപ്പോൾ കേരളം വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ബീഹാറാണ്. 29.8%. കുറവ് ഹിമാചൽ പ്രദേശ് 53.5. ഇന്ത്യയുടെ ദാരിദ്ര്യം ആണ് 29.8. ഏറ്റവും കൂടുതൽ ബീഹാറിലാണ്. ബീഹാറിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ 53.5%. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശാണ്. 9.5% അവിടുത്തെ ദാരിദ്ര്യ നിരക്ക്. കേരളത്തിലെ നിരക്ക് 12%. അടുത്തായിട്ട് വരുന്നത് സർക്കാർ പദ്ധതികളാണ്. ഇപ്പോൾ ഈ ദാരിദ്ര്യത്തെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതിലെ സർക്കാർ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ സർക്കാർ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ സർക്കാർ പദ്ധതികൾ വിവിധ പദ്ധതികൾ ഓർത്തിരിക്കുക. ഒന്ന് അന്നപൂർണ്ണ, പിന്നെ വരുന്ന അന്ത്യോദയ അന്ന യോജന, പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നിവയാണ്. അതുപോലെ സർക്കാർ പരിപാടികൾ എന്ന് പറയുന്നത് സംയോജിത ശിശു വികസന പരിപാടി, അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, അതായത് അടുത്തതായിട്ട് വരുന്ന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇത്രയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് താഴെ ഒരു ചാർട്ടിൽ കൊടുത്തിട്ട് നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പോൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെയും പരിപാടികളുടെയും ലക്ഷ്യം വിശദമാക്കുന്ന ചാർട്ടാണ്. നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന പദ്ധതി നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കും. ഇതാണ്. അടുത്തിട്ട് വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ്. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനകരമാണ്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അടുത്തിട്ട് വരുന്ന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അടുത്തതായിട്ട് സംയോജിത ശിശു വികസന പരിപാടിയാണ്. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അടുത്ത അന്നപൂർണ്ണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടകളിലൂടെ നൽകുന്നു. അടുത്തായിട്ട് അന്ത്യോദയ അന്ന യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക് ലഭിക്കും. ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക് ലഭിക്കും. അടുത്തായിട്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിതരണ സമ്പ്രദായമാണ് അവിടെ ഓർത്തിരിക്കേണ്ട ഭാഗമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നമ്മുടെ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉള്ള സംസ്ഥാനമല്ല എന്ന് അറിയാം. അതുകൊണ്ട് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിന് ഉണ്ട്.
അടുത്ത പൊതുവിതരണ സംവിധാനം നോക്കാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഓക്കെ, വിവിധ പൊതുവിതരണ കേന്ദ്രങ്ങൾ നോക്കിയേ. അതായത് പൊതുവിതരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന എന്താണ്, നമുക്ക് അരി ലഭിക്കും, ഗോതമ്പ് ലഭിക്കും, പഞ്ചസാര ലഭിക്കും, മണ്ണെണ്ണ ലഭിക്കും. ഹോർട്ടികോർപ്പ് നിങ്ങൾക്കറിയാം, അവിടെ പച്ചക്കറികളാണ് ലഭിക്കുന്നത്. ഇതൊക്കെ സർക്കാർ ഉടമസ്ഥയിലുള്ളതാണ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്നും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും മിതമായ വിലയ്ക്ക് സർക്കാർ ഇളവുകളോടുകൂടി ലഭ്യമാകും. പിന്നെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ വിതരണം നടത്തിയ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം. നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് സബ്സിഡി കുറയ്ക്കുന്നത്. പിന്നീട് വരുന്നത് യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. അടുത്തത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം. പിന്നീട് വരുന്നത് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്. രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തും. ഇതെല്ലാം കൃഷി അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പാർലമെൻറ്റ് അംഗീകരിച്ചു. ഇയർ പ്രധാനമുള്ളതാണ്. 2013 വർഷം ഓർത്തിരിക്കുക. ഇതിൻ്റെ പ്രത്യേകത ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനായിട്ട് ചോദിക്കുക. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഇത്തരം കാര്യമാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ പ്രത്യേകത. 2013 പാർലമെൻറ്റ് അംഗീകരിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ പാർട്ടിലാണ് നമ്മൾ ഈ പഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഗ്രഹമുണ്ടെന്ന് ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിൻ്റെ സംഗ്രഹം ഓർത്തിരിക്കുക. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അതുപോലെ ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. അതുപോലെ ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്തായിട്ട് ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിലെത്തുവാൻ സഹായമാകും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തിരികെയാണ്. വിശദമായിട്ട് നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് മോഡലിൽ ഈ ചാപ്റ്റർ ഇവിടെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.